ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിക്കും ശ്രീകാന്തിനും ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പാണ് രേവതി. തക്കാളി ചട്ടനി വിളമ്പുന്ന സമയത്ത് നന്നായിട്ടുണ്ടെന്നും പറഞ്ഞ് രേവതിയെ അഭിനന്ദിക്കുന്നുണ്ട് സച്ചി. നേരത്തെ ഇതിലേക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചേർത്തോ, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇല്ലെന്നേ, അമ്മ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാ, അത് കണ്ടിട്ടാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോൾ, എന്നിട്ട് അമ്മ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതുവരെ ഇതുപോലെ ഒരു കറി കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രീ പറയുമ്പോൾ ശ്രീയുടെ തലയ്ക്ക് ഒരു തട്ട് കൊടുത്ത്, നമ്മുടെ അമ്മയല്ലടാ, അവളുടെ അമ്മ ഉണ്ടാക്കും എന്നാ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടു കേട്ടും അപ്പുറത്ത് മാറിയിരിക്കുന്നുണ്ടാകും സുധി. ശ്രീ ആണെങ്കിൽ ഹോ അങ്ങനെയാണല്ലേ, എന്തായാലും കൊള്ളാട്ടോ അടുത്തി, ഇതിന്റെ റെസിപ്പി എനിക്ക് കൂടി പറഞ്ഞു തരണേ, റെസ്റ്റോറൻറ്റിൽ പോയി ട്രൈ ചെയ്യാനാണെന്നൊക്കെ പറയുമ്പോൾ റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാനൊരു ദിവസം രേവതിയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സച്ചി. കോഴിക്കോട് എന്ന് രേവതിയോടായിട്ട് സച്ചി ചോദിക്കുമ്പോൾ പിന്നല്ലാതെ ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എനിക്കും കൂടി ഒന്ന് അറിയണ്ടേ എന്ന് പറയുകയാണ് രേവതി. അപ്പോൾ ഉറപ്പായും ഏടത്തിയേട്ടന്റെ കൂടെ ഹോട്ടലിലേക്ക് ഒരു ദിവസം വരണം, ഏടത്തിയുടെ അത്രയൊന്നും എത്തിയില്ലെങ്കിലും ഞാനും കുറെയൊക്കെ പാചകം ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ പോയാൽ സ്വന്തമായിട്ട് ഹോട്ടൽ തുടങ്ങുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പണം റെഡിയാവണ്ടേ ഏടത്തി, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ശ്രീകാന്ത്. അത് കേൾക്കുന്ന സച്ചിയാണെങ്കിൽ അച്ഛന്റെ റിട്ടയർമെന്റ് പണം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരുമായിരുന്നു, എന്ത് ചെയ്യാനാ, നമ്മുടെ വീട്ടിലുള്ള ഒരുത്തന്നെ എല്ലാം കൊണ്ടുപോയി തുലച്ചില്ലേ എന്ന് സുധിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അതേസമയം തന്നെ സുധി അവിടെ മാറിയിരിക്കുന്നത് കണ്ടുകൊണ്ട് ചന്ദ്ര അവിടേക്ക് വരുന്നുണ്ട്. നീ ഭക്ഷണം കഴിച്ചോന്നും ചോദിച്ചുകൊണ്ട് രേവതിയോടായിട്ട് ഇവനെ എന്താ ഭക്ഷണം കഴിക്കാൻ വിളിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ എന്താ കൊച്ചുകുട്ടിയാണോ എടുത്തു കൊടുക്കാൻ, സ്വയം എടുത്ത് കഴിക്കാൻ പാടില്ലേന്ന് സച്ചി ചോദിക്കുമ്പോ ഇവൻ അവിടെ നോക്കുകുത്തിയായിട്ട് നിർത്തിയിട്ട് നിങ്ങൾ മാത്രം കഴിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി വീണ്ടും. അതല്ലമ്മേ, സച്ചി ഏട്ടന് വേഗം പോകണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വേഗം എടുത്തു കൊടുത്തതെന്നൊക്കെ രേവതി പറയുമ്പോ ഇവൻ വെറും ഒരു കാർ ഡ്രൈവർ അല്ലേ, എപ്പോ പോയാലും എന്താ, നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ വലിയ ഓഫീസ് ജോലിക്കാണ് ഇവൻ പോകുന്നതെന്ന്, എപ്പോ പോയാലും കാർ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അത് എവിടേക്കും ഓടിപ്പോവില്ല. പക്ഷെ ഇവൻ അങ്ങനെയല്ല, വലിയൊരു ഓഫീസിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്, ഇവന് വേഗം എടുത്തു വെക്കെന്നൊക്കെ രേവതിയോടായിട്ട് കൽപ്പിക്കുന്നുണ്ട് ചന്ദ്രമതി. എന്നാൽ സുധിക്ക് ഭക്ഷണം എടുക്കാൻ പോകാൻ തുടങ്ങുന്ന രേവതിയെ കൈപിടിച്ച് നിർത്തുകയാണ്. നീ ഇവിടെ ഇരിക്കെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അവര് വേണമെങ്കിൽ സ്വയം എടുത്ത് കഴിച്ചോളും എന്നൊക്കെ പറയുമ്പോ ചന്ദ്രമതി ദേഷ്യത്തോടെ കിച്ചണിലേക്ക് പോയി സുധിക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ അച്ഛമ്മ രവീന്ദ്രനെയും സച്ചിയെയും രേവതിയെയും അടുത്തേക്ക് വിളിച്ച് താലി പിരിച്ചു കോർക്കുന്നതിന്റെ ദിവസം പറഞ്ഞ് അന്നേക്കെല്ലാം റെഡിയാക്കാൻ പറയുന്നുണ്ട്. ചന്ദ്രമതി വീണ്ടും വന്നിട്ട് അതിന് ഉടക്ക് പറയാൻ തുടങ്ങുമ്പോൾ ചന്ദ്രമതിയെ വഴക്ക് പറയുന്നുണ്ട് രവീന്ദ്രൻ. ഇപ്പൊ സുധിയുടെ കല്യാണത്തിന് തന്നെ ഒരുപാട് പണച്ചെലവുണ്ട്, അതിന്റെ കൂടെ ഇതുകൂടി വേണോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ അതോർത്ത് നീ വിഷമിക്കണ്ട, അതിന്റെ ചിലവെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അച്ഛമ്മ പറയുന്നതും കേട്ടല്ലോ, ഇനി എന്താ നിനക്ക് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോ എങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നെന്ന് ചന്ദ്രമതി വീണ്ടും പറയുമ്പോ അത്രക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ മകന്റെ കല്യാണം അങ്ങ് നീട്ടി വെച്ചേക്കെന്ന് സച്ചി പറയുന്നതും താനെ വായടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയുടെ. ചന്ദ്രേ, കല്യാണത്തിന് ഇനിയും 10 ദിവസം കൂടി, അതിനെന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്, അതിനു മുമ്പേ സച്ചിക്കും രേവതിക്കും ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർക്കണം. അടുത്തൊരു ദിവസം തന്നെ താലി പിരിച്ചു കോർക്കൽ നടത്തിയിട്ട് അന്ന് തന്നെ ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകളും ചെയ്യണം എന്നല്ല അങ്ങനെ പറയുമ്പോ അച്ഛമ്മേ അത് മാത്രമെന്ന് സച്ചി പറയാൻ തുടങ്ങുന്നതും നീ എന്താ പറയാൻ വരുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം, ഇപ്പൊ തൽക്കാലം നീ അമ്മ പറയുന്നതങ്ങ് അനുസരിച്ചേച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ. എന്തിനാ അവനെ ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിന് നിർബന്ധിക്കുന്നത്, അവൻ പറഞ്ഞ പോലെ താലി പിരിച്ചു കോർക്കൽ വേണമെങ്കിൽ ഇപ്പൊ നടന്നോട്ടെ, പക്ഷേ ശാന്തി മുഹൂർത്തം പിന്നീട് എപ്പോഴെങ്കിലും നടത്തിയാൽ പോരെ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോ എന്താ ഇപ്പൊ ഇവിടെ നടന്നത്, അമ്മ ആദ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് അത്ഭുതത്തോട് കൂടി ചോദിക്കുന്നുണ്ട് സച്ചി. നീ ഒന്നും മിണ്ടാതിരി, ചന്ദ്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുനിഷ്ട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ ചന്ദ്രമതിയോട്. സുധിയുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് വേണ്ട ചടങ്ങുകളെല്ലാം ചെയ്തിട്ട് പോരെ ഇവരുടെ നടത്തുന്നത്, സുധിയല്ലേ മൂത്തത്, അപ്പൊ അവന്റെ അല്ലേ ആദ്യം കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കേണ്ടതെന്നൊക്കെ പറയുമ്പോ അത് ആരുടെ കുഴപ്പമാ, കല്യാണ പന്തലിൽ നിന്ന് ഓടിപ്പോയത് നിന്റെ മകൻ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോ ഉത്തരം മുട്ടി പോകുന്നുണ്ട് ചന്ദ്രമതിയുടെ. അങ്ങനെ ചന്ദ്രമതി പല കാര്യങ്ങളും പറഞ്ഞ് അതൊക്കെ മുടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് നടത്താൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ അച്ഛമ്മയും രവീന്ദ്രനും. പിന്നീട് അച്ഛമ്മ സുധിയെ വിളിച്ചിട്ട് നിന്റെ പെണ്ണിനോടൊന്ന് ഇതുവരെ വരാൻ പറ, എനിക്കൊന്ന് അവളെ കാണണമെന്നൊക്കെ പറയുമ്പോൾ സമ്മതിക്കുന്നുണ്ട് കേട്ടോ സുധി. ചന്ദ്രമതിയാണെങ്കിൽ ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും മുടക്കാനായിട്ട് നടക്കുകയായിരിക്കും. രേവതിയെ അടുത്തേക്ക് വിളിച്ച് എന്റെ ഇഷ്ടമില്ലാതെ നിങ്ങൾ എല്ലാവരും കൂടി ചടങ്ങ് നടത്താൻ തീരുമാനിക്കുകയാണല്ലേ, എന്റെ ഇഷ്ടത്തിന് ഇവിടെ ഒരു വിലയുമില്ല, ഞാൻ പറഞ്ഞത് ആരും കേൾക്കുന്നില്ലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ രേവതി അത് കേൾക്കാത്ത മട്ടിൽ അവിടുന്ന് പോവാൻ ഒരുങ്ങുന്നുണ്ട്. നേരം രേവതിയെ തടഞ്ഞുകൊണ്ടേ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ നീ ഇത് എവിടേക്കാ പോകുന്നത്, എന്തായാലും ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു, അതങ്ങ് നടക്കട്ടെ,
ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് കരുതി നിന്റെ വീട്ടിൽ നിന്നും ആരെയും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ടെന്നൊക്കെ പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല അമ്മയെന്ന് പറയുന്നതും നിന്റെ വീട്ടിൽ നിന്നും ആരെയും ക്ഷണിക്കണ്ടെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് രേവതി. എന്നാൽ ഇതെല്ലാം കേട്ട് അവിടെ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടാവും സച്ചി. രേവതിയാണെങ്കിൽ അതെന്താ വരാൻ പാടില്ലാത്തത്, എനിക്ക് വേണ്ടിയുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്, അതില്ല എന്റെ അമ്മ വേണ്ടെന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണെന്നൊക്കെ ചോദിക്കുമ്പോ വരണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത്, ശ്രുതിയെ ക്ഷണിച്ചിട്ടുണ്ട്, അവളൊക്കെ വലിയ കുടുംബത്തിലെ പെണ്ണാ, അവൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ഇത്തരം പൂക്കട നടത്തുന്ന കുടുംബത്തിൽ നിന്നൊക്കെ ആളുകൾ വരുന്നത് എനിക്ക് നാണക്കേടാണെന്ന് പറയുകയാണ് ചന്ദ്രമതി. അമ്മക്ക് ചടങ്ങിന് വരണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ഈ ചടങ്ങിന് എന്റെ വീട്ടിൽ അങ്ങ് പോയി നടത്ത്, അമ്മയും രവിയേട്ടനും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്, നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം മതി ആ ചടങ്ങിന്, പുറത്തു നിന്ന് ആരും വരണ്ട, പ്രത്യേകിച്ചും നിന്റെ വീട്ടുകാരെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ രേവതി എന്തോ പറയാൻ തുടങ്ങുന്നതും സച്ചി അവിടേക്ക് വരുന്നുണ്ട്. എന്താ രേവതി ഇവിടെ ഒരു ശബ്ദം, ഇവർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ഇവിടെ ഇപ്പോൾ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിനക്കും എനിക്കും വേണ്ടിയിട്ടാണ്, അപ്പൊ ഇവിടെ ആരൊക്കെ പങ്കെടുക്കണമെന്ന് നീയും ഞാനുമാണ് തീരുമാനിക്കലേ, പറയുന്നവരങ്ങ് പറയട്ടെ, നിനക്ക് ക്ഷണിക്കാനുള്ളവരെ എല്ലാം നീ ക്ഷണിച്ചോന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് സച്ചി. രേവതി എന്തോ പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോ നിനക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ തന്നെ നേരിട്ട് പോയി അവരെ എല്ലാം വിളിച്ചോണ്ട് വരാം, 10 മണിക്കല്ലേ ഫംഗ്ഷൻ, അവരോട് വരാൻ പറ, അവരോട് മാത്രമല്ല നിന്റെ പൂക്കടയുടെ അടുത്ത് കട നടത്തുന്ന ചേച്ചിമാരില്ലേ അവരെയും കൂടി വിളിച്ചേക്കെന്ന് പറയുകയാണ് കേട്ടോ സച്ചി. അതും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോ രേവതി ചന്ദ്രമതിയെ ഒരു പുച്ഛത്തോടെ നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് വന്ന് അവൻ പറഞ്ഞതെല്ലാം കേട്ടല്ലോ, എന്നെ അപമാനപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോ അപമാനപ്പെടുത്തുന്നത് അവനോ അതോ നീയോ, ദിവസം കൂടുന്തോറും നിനക്ക് രേവതി മോളെ തീരെ കണ്ടുകൂടാതായി വരികയാണല്ലോ, ദിവസവും അവൾ എങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാ, അവളോട് നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കാത്തതൊന്നുമല്ല, വലിയൊരു വഴക്ക് വേണ്ടെന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരിക്കുന്നത്, ഇപ്പൊ എന്തായാലും സച്ചിയുടെ കയ്യിൽ നിന്നും വയറ് നിറച്ച് കിട്ടിയില്ലേ, ഇനി അവിടെ മിണ്ടാതെ ഒരു മൂലക്കിരിക്കെന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ. പിന്നീട് അങ്ങനെ സച്ചി രേവതിയുടെ അരികിലേക്ക് വന്നേ, ഞാൻ പുറത്ത് വെച്ച് പറഞ്ഞതെല്ലാം വെറുതെ പറഞ്ഞതാട്ടോ, ഞാൻ അവിടെ അവരെ നേരിട്ട് പോയി വിളിക്കൊന്നുമില്ല, അമ്മ പറഞ്ഞത് ഞാനും കേട്ടു, നിന്റെ വീട്ടിൽ നിന്നും ആരും വരരുതെന്ന്, അങ്ങനെയൊക്കെ പറയാൻ അമ്മ ആരാ, അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കതിന് എവിടെയാ നേരം രേവതി, എനിക്ക് സവാരിക്ക് പോണ്ടേ, നീ ഒരു കാര്യം ചെയ്യേ, അവരെല്ലാം നേരിട്ട് പോയി ക്ഷണിക്കേ, ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, നമ്മൾ എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാൻ നിന്നാൽ അവർ നമ്മുടെ എല്ലാ കാര്യത്തിലും കൈകടത്തും, നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്, നീ പോയി അവരെ വിളിക്കെന്നും പറഞ്ഞ് സച്ചി അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ സന്തോഷത്തോടെ സച്ചിയുടെ കൈ പിടിച്ച് നെഞ്ചോട് ചേർക്കുകയാണ് രേവതി. എനിക്ക് ഒരുപാട് സന്തോഷമായി, താങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണെന്ന് ചോദിക്കുന്നതും അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ എല്ലാം സംസാരിച്ചില്ലേ അതിനാണെന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്നതും അമ്മയെ കാണാൻ പോകുമ്പോൾ നിങ്ങളും കൂടി വന്നാൽ നന്നായിരുന്നെന്നൊക്കെ രേവതി പറയുമ്പോൾ അങ്ങനെയാണോ എങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോയി വിളിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. സച്ചി പോകുന്നത് നോക്കി വളരെയധികം സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രേവതി. നാട്ടിൽ വെച്ച് ആക്സിഡന്റ് ആയപ്പോൾ സച്ചി തന്നെ ശുശ്രൂഷിച്ചതും വെള്ളത്തിൽ വീണ തന്നെ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്തതെല്ലാം ഓർത്ത് ഒരു ചിരിയോടെ ഇങ്ങനെ നിൽക്കുകയാണ് രേവതി.